പ്ലസ് ടു കഴിഞ്ഞാണ്ട് വെറുതെ അങ്ങനെ കുത്തർക്കാനാ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റെ ഒപ്പം നാളെ തേങ്ങ അയച്ചാലാണ് പോരണ്ടേ. അല്ല അത് എന്റെ മോല് തിന്നുകാണ്ട് കുരാക്കാൻ എന്നെ ഞാൻ വിടും. കോയേ ആ എങ്ങോട്ടാ തലയില് കൊട്ടക്കായിട്ട്? ഞാൻ കുറച്ച് തേങ്ങ വലിച്ചുവിട്ടാൻ പോയതാ. പക്ഷെ കുഞ്ഞാപ്പ് പോന്നീലേ. ഓ മൈ ഗോഡ്. ആ അമ്മായി കോടൂർക്ക് പോയത് എങ്ങനെ ചർജ് ദേവിയേ, എനിക്കിപ്പൊ പൗറ് കൂടിക്കണല്ലോ. ഇപ്പൊ മറ്റേ ആ പത്തിരിപ്പലക നല്ല നോക്കല്, ഇതിലാ നോക്കല്. ഞാനൊക്കെ അപ്ഡേറ്റ് ആയില്ലേ കോയേ. വന്ന കാലം നിക്കാതെ അങ്ങോട്ട് കേറിയിരിക്കുക. ഇതിനുള്ളിക്കോ ഇങ്ങോട്ട് കേറിയിരിക്കുക. അജ്ജ് പത്ര സാറായിക്കണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലോ. ഇതില് നോക്കിയാ പല കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ അയ്യോ എന്തേ അയ്യോ എന്തേ എന്തേ മക യുകെന്ന് കൊണ്ടുവന്ന ലാപ്ടോപ്പ് ഒക്കെ കാക്കന്റെ പോലെ ആക്കി വെച്ചല്ലോ. ഞാനാണെങ്കിൽ എന്റെ കബഡി പലക യൂസഫിന് പത്തിരി വരുത്താൻ കൊടുത്തു. ഇനി എന്താ ഞാൻ ചെയ്യാ? എന്റെ ജീവിതം കോയനൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനക്ക് എന്റെ പൂതും പാവിയൊക്കെ നോക്കാനല്ലേ. അതൊക്കെ അതിനത്രയും വലിയ സംഭവമൊന്നുമില്ല. അതാണ്ടോ ഇത്ര ഉള്ളൂ. ഞാനും പേടിച്ചു പോയല്ലോ കോയെ. മകനെ യുകെ നിങ്ങടെ അയച്ചതാ ലാപ്ടോപ്പ്. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂവിന് ഒരു പണി കിട്ടുമെന്ന് ഇതിൽ നോക്കാൻ പറ്റും. കക്കൂസത്തെ പണി അത് മോശമല്ലേ. അഫ്കോഴ്സ് പറഞ്ഞാ ശരിയാക്ക. തന്റെ മോൻ ഏതുവരെ പഠിച്ചുണ്ടാ പറഞ്ഞ? ഓൻ പ്ലസ് ടു കഴിഞ്ഞിക്കാണേ. കഷ്ടപ്പെട്ട് നിക്കാണ്. കഷ്ടപ്പെട്ട് നിക്കല്ല, പ്ലസ് ടു കഴിഞ്ഞിക്കാണ്. നേരോ ഞാനൊന്ന് നോക്കട്ടെ. ഇതൊന്ന് നോക്കാം. പടച്ച തമ്പുരാനെ എത്ര ദിലീ കാണ്ട്. എന്താ അയ്യോ അത് സൈറ്റ് മാറിയതാണ് കോയെ. ഇത്ര പാവപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ? അത് മക യുകെന്ന് അയച്ചതായോണ്ടേ. ചെറുക്കന്റെ കാര്യം നോക്കാം. 1-2 കൊല്ലം കൊണ്ട് കുടിക്ക് പൈസ കൊണ്ടുവരണം. അല്ല ഡിഗ്രിക്ക് പോയി ഇങ്ങനെ കാലം കഴിച്ചിട്ട് കാര്യമില്ല. അത് ശരി, ഞാൻ ആകെ ബേജാറായി. മഞ്ചേരിയിലുണ്ട് കാംഫിൻ ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു കൊല്ലം കൊണ്ടേ തനിക്ക് അവൻ പൈസ കൊണ്ടുവന്നേരും. കൂട്ടത്തിന്റെ അവൻ ഡിഗ്രിയും പഠിച്ചോളും. അതാ നല്ലത്. ദക്ഷിണ അങ്ങോട്ട് തന്നിട്ട് പോയിക്കോളാ കോയെ. ദക്ഷിണൊക്കെ ഞാൻ തരാം. ആദ്യം ആ ലക്ഷണം കെട്ടീന അവിടെ നിന്ന് കൊണ്ടാക്കട്ടെ. അതാണ് നല്ല. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നിട്ട് പോവുക. ആ കൊട്ടഞ്ചെടുത്തോ. ഇനി 2 ദിവസം ഞാനൊന്ന് നോക്കട്ടെ. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന കോഴ്സാണ് ഗ്രാജുവേഷൻ ബ്ലെൻഡഡ് വിത്ത് അക്കൗണ്ടിങ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കില്ല്, തിയറി, പ്രാക്ടിക്കൽ, സോഫ്റ്റ്വെയർ നോളജ്, അതുപോലെ തന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു മൾട്ടിനാഷണൽ അക്കൗണ്ടന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം. ഈ ഒരു കോഴ്സിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് പഠിക്കുന്നതോടൊപ്പം സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 6 മാസത്തെ കോഴ്സും 6 മാസത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡോട് കൂടി 2 വർഷത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഫീസ് തിരിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ നമ്മൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഡിഗ്രി PG കഴിഞ്ഞവർക്ക് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയുള്ള അക്കൗണ്ടിംഗ് കോഴ്സസും ഉണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ കാംഫിൻ ഗ്ലോബൽ അക്കാദമിന്റെ ബ്രാഞ്ചുകൾ വരുന്നത് കാലിക്കറ്റ്, മഞ്ചേരി, കൊച്ചി.